ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജീരകശാല റൈസ് വെച്ചിട്ടാണ്. ഒരു കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കപ്പും കൂടി ഇടുന്നുണ്ട്. ഞാൻ 2-3 തവണ കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിരാനിട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. സവാള ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണം. ഞെട്ടി കളയാം. കൈ കൊണ്ട് തന്നെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള ഞെട്ടി കളഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് വിട്ട് വരുന്നുണ്ടോ. അതാണ് ഈ ഞെട്ടി കളയുമ്പോഴൊരു ഗുണം. പിന്നെ ഞെട്ടി കഴിക്കുന്നത് ശരീരത്തിന് നന്നല്ല എന്നും പറയും. ഇതങ്ങനെ ഏകദേശം എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ ഇത്ര ചെറിയുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയിൽ കുറച്ച് ഇഞ്ചി. തൊലിയുള്ളി കളയുമ്പോൾ ചെറിയ ഉള്ളിൻ്റെ തൊലി കളയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരാതിരിക്കും. ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ വെള്ളം വരില്ല കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കഴുകിയിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇത് ജാറിലിട്ട് കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചു. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. കുറച്ച് ഓയില്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, ലേശം പെരുംജീരകം, സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഏകദേശം ബ്രൗൺ നിറം ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ചതിട്ട് കൊടുക്കാം. ഈ 3 തക്കാളി ഒന്ന് ജാറിലിട്ട് അരച്ചെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി അരച്ചതിട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില, രണ്ട് കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു നാരങ്ങ നീര് വേണം. അതിൻ്റെ കുരു തുറന്ന് നോക്കാം. വെള്ളം നന്നായി വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കണം. തിളക്കട്ടെ. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഈ പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
തൊലിയൊക്കെ കളയണം. പൈനാപ്പിൾ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. 2-3 പീസ് മോന് എടുത്ത് വെച്ചിട്ടുണ്ട്. മോന് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്തിലോട്ട് ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. എല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ്, പച്ചമുളക്, ലേശം പൈനാപ്പിൾ, ലേശം കറിവേപ്പില, ലേശം സവാള, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മി കൊടുക്കാം. ലേശം തൈര് ഒഴിച്ചു, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. നല്ലൊരു തൈര് എന്താ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇങ്ങനായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. കുറച്ച് റൈസ് ഒന്ന് എടുക്കാം ഈ പാത്രത്തിൽ. കുറച്ച് ചോറെടുത്തു, ബാക്കി പൈനാപ്പിൾ അതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കുറച്ച് സാദാ റൈസും ബാക്കി പൈനാപ്പിൾ റൈസും കൂടി കേട്ടോ. വളരെ ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പൈനാപ്പിൾ ആവിയിൽ വേവാനായിട്ട് ഒന്ന് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്.